രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ 86ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. രാധയുടെ പ്രണയം 86ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഗുരുവായൂർ പോയിരുന്നു. അതായത് ഞാൻ ശനിയാഴ്ച ഗുരുവായൂർ പോയിരുന്നു. ശനിയല്ല, വെള്ളിയാഴ്ച ഗുരുവായൂർ പോയിരുന്നു. ശനിയാഴ്ച മൊത്തം ഞാൻ അവിടെ, ശനിയാഴ്ച ഉച്ച വരെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇന്നലെയാണ് രാത്രിയാണ് എത്തിയത്. ഇന്ന് ഞായറാഴ്ച ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ യാത്രാക്ഷീണവും എല്ലാം ഉണ്ട്. എങ്കിലും രാധാജിയുടേത് ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചില്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ഗുരുവായൂർ വരുന്നു എന്നറിഞ്ഞപ്പോൾ സ്റ്റേഷനിൽ എന്നെ കാണാനായിട്ട് നമ്മുടെ ഉഷ എത്തിയായിരുന്നു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറുമാണ്, ഞങ്ങളുടെ രാധേ ഗ്രൂപ്പിലെ അംഗവുമാണ് ഉഷ അവിടെ വരികയും എനിക്ക് എന്താ പറയേണ്ടത്, ഭക്ഷണം ഉൾപ്പെടെ കൊണ്ടുവന്നു. സ്വന്തം കൈകൊണ്ട് ഉപ്പേരി വറുത്ത്
ഉണ്ടാക്കിയതും പിന്നെ മില്ലറ്റും ഒന്നും വേണ്ട, അവിടെ വീട്ടിൽ വിളഞ്ഞ പഴവും ഇതെല്ലാം എനിക്ക് കൊണ്ടു തന്നു. എനിക്ക് ദർശനം, നല്ല ദർശനം കിട്ടുന്നതിന് വേണ്ടി അവിടെയും ആൾക്കാരെയൊക്കെ എന്താണ് ഏർപ്പാട് ചെയ്തു ഉഷ. അപ്പോൾ ഉഷയോട് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഗുരുവായൂർ വെച്ച് ഞാൻ ഒരുപാട് പേരെ കണ്ടുമുട്ടിയായിരുന്നു. അപ്പം അങ്ങനെ എന്നെ കാണാൻ വന്നവർക്കും എല്ലാം ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തിയിരുന്നു. കുറേ പേരെ നമുക്ക് കാണാൻ പറ്റി. നിങ്ങളുടെ സ്നേഹപ്രകടനം സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി. നിങ്ങൾക്കൊക്കെ ഇത്രയും സ്നേഹം എന്നോടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് വളരെ 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 സന്തോഷം. ഞാൻ ഉച്ചയ്ക്ക് തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയ സമയത്ത് തന്നെ അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ക്യൂ നിൽക്കുമ്പോൾ ഞാൻ ആ പഴയടത്തിൻ്റെ ഹോട്ടലിലാണ് ഭക്ഷണം കഴിക്കാൻ പോയത്. അപ്പോൾ ആ ക്യൂവിൽ നിന്ന് തന്നെ ഒരുപാട് പേര് രാധേ രാധേ എന്നെ വിളിക്കുകയും രാധേ രാധയുടെ സാറല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പം എന്തോ ഒരു സ്നേഹമാണ് നിങ്ങൾ പ്രകടിപ്പിച്ചത്. അപ്പോൾ ആ സ്നേഹം വളരെ സന്തോഷമുണ്ട്, വളരെ നന്ദിയുണ്ട്. എല്ലാം ഗുരുവായൂരപ്പൻ്റെ കൃപയാണ്. അപ്പം നമ്മൾ രാധയുടെ പ്രണയം 86ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ ചാനലിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എങ്കിലും അത്യാവശ്യമുള്ളത് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം കണ്ടിരിക്കണം. ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകും. എല്ലാ ചൊവ്വാഴ്ചയും രാധയുടെ പ്രണയം കണ്ടിരിക്കണം. പ്രണയ സാഫല്യമുണ്ടാകും. അതേ കണക്ക് തന്നെ ദാമ്പത്യമാണെങ്കിൽ ദാമ്പത്യ സൗഖ്യം നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഉണ്ടാകും. ധനമുണ്ടാകും. പിന്നെ നിങ്ങൾക്ക് ബുധനാഴ്ച ബുദ്ധൻ്റെ ക്ലാസ് ഉണ്ട്. 12 ശ്രീബുദ്ധൻ്റെ ജീവചരിത്രമുണ്ട്. വ്യാഴാഴ്ചത്തെ അഷ്ടപതി നിശ്ചയമായും നിങ്ങൾ അഷ്ടപതിയുടെ ക്ലാസ് കേൾക്കുകയും അർത്ഥമറിഞ്ഞ് വീട്ടിലിരുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് അഷ്ടപതി പാടുകയും ചെയ്യണം. അത് പുണ്യദായകമാണ്. പ്രണയ സാഫല്യത്തിന് നിങ്ങൾ രാധയുടെ പ്രണയം കേട്ട് രാധാറാണിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങുക. വ്യാഴാഴ്ച രാധാകൃഷ്ണന്മാരുടെ പ്രണയ ശൃംഗാര ലീലകളടങ്ങിയ അഷ്ടപതി കേൾക്കുക. നിങ്ങളുടെ ഭർത്താവിനോ നിങ്ങളോട് താല്പര്യക്കുറവൊക്കെ ഉണ്ടെങ്കിൽ അഷ്ടപതി പാടിയാൽ മതി. അഷ്ടപതി ഒരു വലിയ വശ്യവും കൂടിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. പിന്നെ വെള്ളിയാഴ്ച ദിവസം ഗ്രന്ഥങ്ങളുടെ രാജാവായ ധർമ്മപദം, നിങ്ങൾ എത്ര ജന്മമെടുത്താലും ധർമ്മപദം എന്ന പുസ്തകം വായിക്കുകയും കേൾക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മോക്ഷം കിട്ടൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ജന്മം, നിങ്ങൾ ഈ ജന്മം ഇത് കേട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജന്മം നിങ്ങൾ ധർമ്മപദം കേട്ടേ മോക്ഷത്തിലെത്തൂ. അതുകൊണ്ട് എൻ്റെ രാധേ രാധേ കാണുന്ന എല്ലാ പ്രേക്ഷകരും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ധർമ്മപദം കാണണം. എനിക്ക് വേണ്ടിയല്ല, എനിക്കിപ്പോൾ കുറച്ച് പേര് കണ്ട് വ്യൂസ് കൂട്ടുകയോ അങ്ങനൊന്നുമല്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഇതിൻ്റെ പൈസയൊന്നും എടുക്കാറില്ല. അങ്ങനെ യൂട്യൂബ് ഒരിക്കലും എനിക്കൊരു വരുമാന മാർഗമൊന്നുമില്ല. കിട്ടുന്നത് നമ്മൾ അനാഥാലയത്തിലാണ് കൊടുക്കുന്നത്. അത് പലതും ഞാൻ ഇതിനകത്ത് ഇടാറുണ്ട്. ഇനിയിപ്പം ഞാൻ എപ്പോഴും ഇടാത്തത് ഇന്ന അനാഥാലയത്തിൽ കൊടുത്തു എന്നൊക്കെ പറയുമ്പം അപ്പോൾ അവരെ ഒരു അനാഥരായി കാണുന്നതിൽ ഒരു വിഷമം കൊണ്ടാണ്. പിന്നെ നമ്മൾ 100ാമത്തെ എപ്പിസോഡാകുമ്പോൾ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ധർമ്മപദം നിശ്ചയമായും കാണണം. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. ഞാൻ ഏതാണ്ട് 10-11 വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. അതേ കണക്ക് തന്നെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായി, ഇത് നിശ്ചയമായും കേൾക്കണം. പിന്നെ നിങ്ങളെ ശരിക്കും സ്വാധീനിക്കും. ഒരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു എന്നത് നിങ്ങളെ തീർച്ചയായിട്ടും സ്വാധീനിക്കും. ഇതെല്ലാം നിങ്ങൾ കാണുമല്ലോ. പിന്നെ പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, മീരയുടെ കഥയുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. ഇതൊക്കെ നിങ്ങൾ സമയം കിട്ടുമ്പം ചെയ്യണം. രാധയുടെ പ്രണയം നിങ്ങൾ 86 തൊട്ടങ്ങ് കേട്ടു തുടങ്ങുക. എന്നിട്ട് പ്ലേലിസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്നായിട്ട് അടുക്കിന് നിങ്ങൾ കേട്ടു തുടങ്ങണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ
രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണി കീ ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. എന്റെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. ഇതാ രാധയുടെ പ്രണയം 100ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാൻ എന്നെ കനിഞ്ഞനുഗ്രഹിച്ച് അമ്മയുടെ കഥകൾ എൻ്റെ മുന്നിലേക്ക് എത്തിച്ചു തരുന്ന എൻ്റെ പൊന്നു 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 രാധാറാണി അമ്മ കീ ജയ്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒരു കാര്യം, നമ്മുടെ ഈ ആദ്യത്തെ ഗാനമുണ്ടല്ലോ, അവതരണ ഗാനം രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ, ഇത് കോളർ ട്യൂൺ ആക്കിക്കോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിളിക്കുന്നുണ്ട്. നിങ്ങൾ ഇത് കോളർ ട്യൂൺ ആക്കുന്നതിൽ എനിക്ക് സന്തോഷമാണ്. നിങ്ങൾ ആരും അതിനകത്ത് എൻ്റെ അനുവാദം ചോദിക്കുകയേ വേണ്ട. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കോളർ ട്യൂൺ ആക്കാം. സർവ്വ ഐശ്വര്യവുമാണ്. പിന്നെ ഇത് രാധയുടെ പ്രണയത്തിലെ ആ അവതരണ ഗാനം കോളർ ട്യൂൺ ആക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് പിന്നെ എനിക്ക് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് കോളർ ട്യൂൺ ആക്കുന്നതിന് വേണ്ടി അയച്ചു തരാം. കാരണം നമ്മുടെ മൊബൈൽ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ സാന്നിധ്യം വീട്ടിൽ വർദ്ധിപ്പിക്കാൻ ഏറ്റവും പറ്റിയ ഒരു സംഗതിയാണ്. എന്തുകൊണ്ട്? നമ്മുടെ മൊബൈൽ എത്ര തവണയാണ് ഒരു ദിവസം റിങ് ചെയ്യുന്നത്? അങ്ങനെ റിങ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പാട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തിൻ്റെ ഇട്ട് കഴിയുമ്പോഴേക്കും ആ അന്തരീക്ഷം മുഴുവൻ ഇത് മുഴങ്ങില്ലേ. ഇപ്പം നിങ്ങളുടെ ഈ പാട്ട് കോളർ ട്യൂൺ ആക്കി കഴിഞ്ഞാൽ ഒരാൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ശബ്ദം കേൾക്കുകയാണ്, രാധ ഞാൻ രാധ എന്ന ആ ശബ്ദം ഇങ്ങനെ മുഴങ്ങുകയാണ്. അപ്പം രാധ രാധ എന്ന ശബ്ദം നിങ്ങളുടെ വീട്ടിൽ എത്ര പ്രാവശ്യം മുഴങ്ങുമെന്ന് ആലോചിച്ചു നോക്കെ. ശബ്ദം തരംഗ രൂപത്തിലാണ് സഞ്ചരിക്കുന്നത്. ആ ശബ്ദത്തിൻ്റെ ഒരു വൈബ്രേഷൻ അവിടെ തങ്ങി നിൽക്കും. അപ്പം നിങ്ങളുടെ വീട്ടിൽ എന്തൊരു പോസിറ്റീവ് എനർജി വരും. ഈവൻ ചില ചെയ്വനെന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് എനർജിയാണ്. ആ നെഗറ്റീവ് എനർജിയെ ഈ രാധാശബ്ദം എന്ന പോസിറ്റീവ് എനർജി എന്ത് ചെയ്യും? പുറന്തള്ളുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ നമ്മുടെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ എതിർവശത്തുള്ള രാധാറാണിയുടെ ക്ഷേത്രം അഭേദാനന്ദാശ്രമം എന്നാണ് എഴുതി വെക്കുന്നത്. അവിടെ ഒരു മന്ത്രമണ്ഡപമുണ്ട്. ആ മന്ത്രമണ്ഡപത്തിൽ 24 മണിക്കൂറും ഹരേ രാമ ഹരേ കൃഷ്ണ പാടിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരു സെക്കൻഡ് പോലും അതിന് മുടക്കം വരുത്തില്ലല്ലോ, അർദ്ധരാത്രിക്കുമെല്ലാം. എന്തുകൊണ്ട്? ആ ശബ്ദ തരംഗങ്ങൾ നിങ്ങൾ പോകുമ്പോൾ ആ മന്ത്രമണ്ഡപത്തിൽ കയറുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു വൈബ്രേഷൻ വരുന്നത്. അതുകൊണ്ട് ഈ രാധാ ശബ്ദം വീട്ടിൽ മുഴങ്ങുക. അതല്ല, നിങ്ങൾ വേറെ ദൈവത്തിൻ്റെ ആണെങ്കിൽ ആ ദൈവത്തിൻ്റെ കോളർ ട്യൂൺ ഇടുക. അപ്പോൾ ഇത് ഇടണമെന്നുള്ള ആഗ്രഹമുള്ളവർ നിശ്ചയമായിട്ടും ഇട്ടുകൊള്ളൂ. അതേ കണക്ക് തന്നെ ഞങ്ങൾക്ക് രാധാമാധവൻ ഗ്രൂപ്പുണ്ട്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അതിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ഞങ്ങൾക്ക് എല്ലായിടവും യൂണിറ്റുകളുണ്ട്. പുതിയതായിട്ട് യൂണിറ്റ് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ എന്നെ വിളിച്ചാൽ മതി. രാധാമാധവൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമെന്നുള്ളവരോ ഈ പാട്ട് കോളർ ട്യൂൺ ആക്കണമെന്ന് ആഗ്രഹമുള്ളവരോ വെറുതെ കേൾക്കാനായിട്ട് ചോദിക്കരുത്. കോളർ ട്യൂൺ ആക്കാൻ മൊബൈലിൻ്റെ ആഗ്രഹമുള്ളവർ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാട്ട് ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതാണ്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ രാധാറാണിയുടെ അമ്മ വിളിച്ചു. രാധാറാണിയുടെ അടുത്ത് പറഞ്ഞു, മകളെ ഞാനിതാ ഒരു തീർത്ഥയാത്രയ്ക്ക് പോവുകയാണ്. അമ്മയ്ക്ക് മടുത്തു. അമ്മയ്ക്ക് ഈ കൊട്ടാരം വേണ്ട, ഈ ധനം വേണ്ട, അമ്മയ്ക്കൊന്നും വേണ്ട. അമ്മയ്ക്കിനി ശേഷിക്കുന്ന കാലം ദൈവത്തെ ഭജിച്ചു കഴിയണം. അതുകൊണ്ട് എനിക്ക് ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്ക് സഞ്ചരിക്കണം മകളെ എന്ന് പറഞ്ഞു. അപ്പോൾ രാധാറാണി പറഞ്ഞു, നല്ല കാര്യമാണ്, അമ്മ പൊയ്ക്കൊള്ളൂ, എൻ്റെ കാര്യം ഓർത്ത് അമ്മ വിഷമിക്കണ്ട. അപ്പോൾ പറഞ്ഞു, നീ ഒറ്റയ്ക്കല്ലേ, നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് പോകുന്നത് രാധേ? അപ്പോൾ പറഞ്ഞു, അമ്മേ ഞാനിവിടെ ഒറ്റയ്ക്കല്ല, ഈ വൃന്ദാവനം മുഴുവനും എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് ധൈര്യമായിട്ട് പോകാം. അപ്പോൾ കീർത്തി മാതാവ് പറഞ്ഞു, രാധേ നിനക്കൊരു വിവാഹം കഴിക്കണ്ടേ? നീ ഇനി ഒരു വിവാഹം കഴിക്കണം. അപ്പോൾ രാധാറാണി പറഞ്ഞു, ഇല്ലമ്മേ, ഇനി ഒരു വിവാഹത്തിലേക്ക് ഞാനില്ല. ഒന്നാമത്തെ കാര്യം, ഞാനും കൃഷ്ണനുമായുള്ള ബന്ധം എല്ലാവർക്കും അറിയാമമ്മേ. ഞങ്ങൾ തമ്മിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം ഒന്നായത് അറിയാത്തതായ ആരാണ് അമ്മയെ ഉള്ളത്?
അതുകൊണ്ട് തന്നെ എന്നെ വിവാഹം കഴിക്കാൻ ഒരാൾ തയ്യാറാകില്ലമ്മേ, ഒരാളും തയ്യാറാകില്ല. അപ്പൊ കീർത്തി മാതാവ് ചോദിച്ചു, തയ്യാറായാലോ? അപ്പൊ രാധാറാണി പറഞ്ഞു, എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നു, ഈ കഥകളെല്ലാം അറിഞ്ഞുകൊണ്ട് തയ്യാറാകുന്നെന്നോ? ആരാണമ്മേ? അപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒരാളുണ്ട് മകളെ. അപ്പൊ ചോദിച്ചു, അതാരാണ്? അപ്പോൾ പറഞ്ഞു, മറ്റാരുമല്ല അയൻ. അയൻ എല്ലാ കാര്യങ്ങളും അറിയാം മകളെ, എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട്, നീ കൃഷ്ണനുമായുള്ള സകല ബന്ധങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ട് അവൻ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. മകളെ, നീ എന്തു പറയുന്നു എന്ന് പറഞ്ഞ് ആകാംക്ഷയോടുകൂടി കീർത്തി മാതാവ് രാധാറാണിയുടെ മുഖത്തേക്ക് നോക്കി നിന്നു. രാധാറാണി ഒരു നിമിഷം കീർത്തി മാതാവിന്റെ മുഖത്തേക്ക് നോക്കി. അതെ, രാധാറാണിയുടെ ഉത്തരം എന്തെന്നറിയാൻ കീർത്തി മാതാവ് ആകാംക്ഷയിൽ നിൽക്കുകയാണ്. കീർത്തി മാതാവ് മാത്രമല്ല, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ആകാംക്ഷയിൽ നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, പറയൂ മോളെ, പറയൂ, അയൻ തയ്യാറാണ്. അവൻ നിന്നെ പൊന്നുപോലെ നോക്കും മോളെ. അവൻ നിന്നെ ഒരിക്കലും വേദനിപ്പിക്കില്ല. അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ. അവൻ നിന്നെ ഒരുപാട് ആഗ്രഹിച്ചതാണ്. അവൻ നിന്നെ സ്നേഹിച്ചിരുന്നു. പക്ഷേ നിന്റെ സ്നേഹം മുഴുവനും കൃഷ്ണനോടൊപ്പമായിരുന്നു. നീ കൃഷ്ണനെയാണ് സ്നേഹിച്ചിരുന്നത്. ആ സ്നേഹത്തിന്റെ പ്രഭയിൽ മോളെ നീ അയന്റെ സ്നേഹം കാണാതെ പോയി. രാധാറാണി വീണ്ടും തൻ്റെ മാതാവിനെ തന്നെ നോക്കി നിന്നു. അതേ മോളെ, അവൻ എന്നോട് പറഞ്ഞു, അവൻ ഇഷ്ടമാണ്, അവന് പണ്ടും ഇഷ്ടമാണ്, അവൻ ഇപ്പോഴും ഇഷ്ടമാണ്. അയൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു മകളെ. അപ്പോൾ രാധാറാണി കീർത്തി മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഈ രാധ ഒരേ ഒരു പുരുഷന്റെ മാത്രം പെണ്ണാണ്, ഒരൊറ്റ പുരുഷന്റെ മാത്രം. ഈ രാധയുടെ ശരീരത്തിലും മനസ്സിലും തൊടാൻ കഴിവുള്ള ഒരേ ഒരു പുരുഷനെ ഈ ലോകത്തുള്ളമ്മേ, അത് കൃഷ്ണനാണ്, അത് കൃഷ്ണൻ മാത്രം. അപ്പോൾ കീർത്തി മാതാവ് പറഞ്ഞു, കൃഷ്ണന് നിന്നെ വേണ്ടല്ലോ മോളെ, കൃഷ്ണൻ ഇതാ വേറെ വിവാഹവും കഴിച്ചു കഴിഞ്ഞു. അമ്മേ, കൃഷ്ണന് വേണ്ടായിരിക്കും, പക്ഷേ എനിക്ക് വേണം അമ്മേ, എനിക്ക് വേണം. എനിക്ക് വേറൊരാളെ, വേറെ ഒരാളെപ്പോലും എൻ്റെ മനസ്സിൽ എൻ്റെ ഭർത്താവായി എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അമ്മേ. കൃഷ്ണൻ രാജാവായി, അവൻ ചക്രവർത്തിയായി, അവൻ അങ്ങനെ പൊയ്ക്കോട്ടെ, അവൻ ഇഷ്ടമുള്ള രാജകുമാരിമാരെ അവൻ കല്യാണം കഴിച്ചു പൊക്കോട്ടെ. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ കുളിക്കാനിറങ്ങുമ്പോൾ, ഗോപികമാരുമൊത്ത് കുളിക്കാനിറങ്ങുമ്പോൾ വസ്ത്രം അപഹരിച്ചു കൊണ്ടുപോയ കൃഷ്ണൻ ചടുലമായ വാക്കുകൾ പറഞ്ഞ് എന്നെ മയക്കി കാട്ടിലേക്ക് കൊണ്ടുപോയി നികുഞ്ചത്തിൽ വെച്ച് എൻ്റെ മനസ്സും ശരീരവും കവർന്നെടുത്ത കൃഷ്ണൻ, അവൻ കള്ളകൃഷ്ണനാകാം. ചടുലമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഗോപികമാരുമൊത്ത് എന്നെയും കൂട്ടി രാസലീല നടത്തിയ കൃഷ്ണൻ, രാസലീല നടത്തുന്ന അവസരത്തിൽ തന്നെ എന്നെ മാത്രം കൊണ്ടുപോയി, ദൂരേക്ക് കൊണ്ടുപോയി യമുനയുടെ നികുഞ്ചത്തിൽ വെച്ച് എൻ്റെ മനസ്സും ശരീരവും എല്ലാം 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 സർവ്വതും കവർന്നെടുത്ത കൃഷ്ണൻ ഒടുവിൽ എന്നെയും വൃന്ദാവനത്തെയും ഉപേക്ഷിച്ചിട്ട് പോയ കൃഷ്ണൻ ഏറ്റവും ഒടുവിലിതാ ഒരു രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ച കൃഷ്ണൻ. ആ കൃഷ്ണൻ എൻ്റെ മനസ്സിലുണ്ട്. അവൻ ഇപ്പോഴും എന്നോടൊത്ത് യമുനയിൽ കളിക്കുന്നുണ്ട്. ഞാൻ അവനെ സ്നേഹിക്കുന്നു അമ്മേ, ഞാൻ അവനെ സ്നേഹിക്കുന്നു. അയനെന്നല്ല, ഈ ലോകത്തൊരു പുരുഷനെയും വിവാഹം കഴിക്കാൻ എനിക്ക് സാധിക്കില്ല. കീർത്തി മാതാവ് പറഞ്ഞു, നീ എന്നെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ മോളെ? അപ്പോൾ പറഞ്ഞു, ഞാൻ അമ്മയെക്കുറിച്ചും ചിന്തിക്കാറുണ്ടമ്മേ. അമ്മ ഒരു കാര്യം മനസ്സിലാക്കുക, കൃഷ്ണന്റെ ജീവൻ എൻ്റെ കയ്യിലാണമ്മേ. അതെനിക്ക് നന്നായിട്ടറിയാം. എന്നോട് ദുർവാസാവ് മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മകളെ, നിന്റെ പാതിവൃത്യം മറ്റൊരു പുരുഷൻ നശിപ്പിക്കുന്ന ആ നിമിഷം കൃഷ്ണന്റെ സർവശക്തികളും ഇല്ലാതാകും മകളെ. അതുകൊണ്ട് തന്നെ
നീ നിന്റെ കൈകൊണ്ട് ആഹാരം വെച്ച് കൃഷ്ണന് കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ചു. അവൻ്റെ ആയുസ് നീട്ടാൻ, അവൻ അജയ്യനായിരിക്കാൻ അതിനത്യാവശ്യമാണെന്ന് പറഞ്ഞു. അന്ന് ദുർവാസാവു മഹർഷി എൻ്റെ ചെവിയിലോതിയ ഒരു രഹസ്യം ഇന്നുവരെ ഞാൻ കൃഷ്ണനോട് പോലും പറഞ്ഞിട്ടില്ല അമ്മേ. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ അമ്മയോട് പറയുന്നത്. അമ്മേ, എൻ്റെ ശരീരത്ത് മറ്റൊരു പുരുഷൻ സ്പർശിക്കുകയും അവനെ ഞാൻ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം കൃഷ്ണന്റെ എല്ലാ ശക്തികളും അസ്തമിക്കും. പിന്നെ കൃഷ്ണന് ധർമ്മ സംസ്ഥാപനം അസാധ്യമാണമ്മേ. അങ്ങനെ അവനെ ഇല്ലാതാക്കാനായിരുന്നു എങ്കിൽ ഞാൻ അവന് വേണ്ടി ആഹാരം വെച്ചു കൊടുത്തത് എന്തിനായിരുന്നു അമ്മേ? എന്തിനായിരുന്നു? ദുർവാസാവു മഹർഷി എനിക്ക് ആ അനുഗ്രഹം തന്നത് എന്തിനായിരുന്നു? അവൻ ഉടലോടെ ഇരിക്കണം. അവനൊരു ജന്മ ഉദ്ദേശമുണ്ട്, അതവൻ നടത്തട്ടെ അമ്മേ. ആ ജന്മ ഉദ്ദേശത്തിൽ ഒരുപക്ഷേ അവൻ എന്നെ മറന്നുപോകും. സാരമില്ലമ്മേ, സാരമില്ല. പക്ഷേ എനിക്ക് അഭിമാനിക്കാം, അവൻ്റെ ജീവൻ എൻ്റെ കയ്യിലാണെന്ന്. അമ്മേ, ഇപ്പോഴും എനിക്ക് ഒരു കാര്യം അറിയാം അമ്മേ. കൃഷ്ണനറിയാം എൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എന്തെന്ന് അവനറിയാം. ഞാൻ ഒരിക്കലും മറ്റൊരാളുടെ പത്നിയാകില്ലെന്നും എൻ്റെ ശരീരത്ത് കൃഷ്ണനല്ലാതെ ഒരു പുരുഷൻ സ്പർശിക്കില്ല. അവൻ എത്ര വിവാഹം കഴിച്ചാലും, അവൻ എന്നെ എത്ര ഉപേക്ഷിച്ചാലും, അവൻ എന്നെ എത്ര അവഗണിച്ചാലും എൻ്റെ ശരീരത്ത് മറ്റൊരു പുരുഷൻ തൊടില്ല എന്ന ഉറപ്പ് അവനുണ്ടമ്മേ. ആ ഉറപ്പ് ഭാവിയിലും അവനുണ്ടാകണമമ്മേ. അതുകൊണ്ട് ദയവ് ചെയ്തമ്മേ എന്നോട് ക്ഷമിക്കൂ. എനിക്കതിന് സാധ്യമല്ല. അപ്പോൾ പറഞ്ഞു, മോളെ, നീ ഒരു കാര്യം നീ മനസ്സിലാക്ക്. നമ്മളോടൊത്ത് ഈ വംശം അന്യം നിൽക്കാൻ പോവുകയാണ് മോളെ. നിന്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെ വംശം നിലനിർത്തുക എന്നുള്ളത്. വിവാഹം കഴിച്ച് നിനക്കുണ്ടാകുന്ന പുത്രനോ പുത്രിയോ ആ മക്കളിലാണ് മോളെ നമ്മുടെ വംശം നിലനിൽക്കുന്നത്. രാധാറാണി പറഞ്ഞു, എൻ്റെ കൃഷ്ണന് ഹാനികരമായ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്കൊരു വംശവും നിലനിർത്തണ്ട. വംശം നിലനിർത്തണോ വേണ്ടയോ എന്നാഗ്രഹിക്കുന്നത് നമ്മളല്ല അമ്മേ, അത് സാക്ഷാൽ നാരായണനാണ്. വംശം നിലനിർത്താൻ വേണ്ടി അമ്മ എന്നെ അയന് വിവാഹം ചെയ്തു കൊടുക്കുന്നു. അതിൽ എനിക്ക് കുട്ടികളുണ്ടായിട്ട് വേണം ഈ വംശം നിലനിർത്താൻ. അങ്ങനെ കുട്ടികളുണ്ടാകുമെന്ന് അമ്മയ്ക്ക് എന്താ ഉറപ്പ് പറയാൻ പറ്റുമോ അമ്മേ? നാരായണൻ എന്തും നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും കൃഷ്ണനെ അല്ലാതെ മറ്റൊരു പുരുഷൻ എൻ്റെ ദേഹത്ത് തൊടാൻ ഞാൻ അനുവദിക്കില്ല. അത്രയും പറഞ്ഞിട്ട് രാധാറാണി നിന്ന് കിതച്ചു. ഇപ്പോൾ പൊട്ടിക്കരഞ്ഞത് കീർത്തിമാതാവാണ്. കീർത്തിമാതാവ് പറഞ്ഞു, നീ എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ് രാധേ, നീ എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ്. എനിക്കൊരു സമാധാനവും നീ തരില്ല രാധേ. നിനക്ക് മനസ്സിലാകില്ല. പ്രായമായ ഒരു മകൾ, സുന്ദരിയായ ഒരു മകൾ, അവൾ വിവാഹം കഴിക്കാതിരുന്നാൽ എന്തൊക്കെ സംഭവിക്കും എന്ന് വ്യക്തമായിട്ടറിയാവുന്ന ഒരമ്മയുടെ മനോവേദന നിനക്ക് മനസ്സിലാകുന്നില്ല രാധേ എന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കീർത്തിമാതാവ് ഓടിപ്പോയി. രാധാറാണിക്ക് വല്ലാത്ത പ്രയാസമായി. രാധാറാണി നടന്നു ചെന്നു. ആ മുറിയുടെ വാതിൽക്കൽ നിന്നു. കീർത്തിമാതാവ് ഏങ്ങി കരയുകയാണ്. രാധാറാണി കട്ടിലിൻ്റെ അടുക്കൽ ചെന്നിരുന്നു. കീർത്തിമാതാവിൻ്റെ തലമുടി തലോടി. ഒന്നും പറഞ്ഞില്ല. കീർത്തിമാതാവും ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയണ്ടായിരുന്നു. പക്ഷേ 1000 കാര്യങ്ങൾ പറയാതെ പരസ്പരം പറയുകയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ കീർത്തിമാതാവിൻ്റെ ഏങ്ങലടികൾ നിന്നു. ആ സമയത്ത് രാധാറാണി കീർത്തിമാതാവിൻ്റെ കവിളിൽ ഇങ്ങനെ വാത്സല്യത്തോടെ തട്ടി. കീർത്തിമാതാവിൻ്റെ തലമുടികൾ ഇങ്ങനെ മാടി ഒതുക്കിക്കൊടുത്തു. അതെ, ഇപ്രാവശ്യം രാധാറാണി എന്ന അമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് കീർത്തിമാതാവ് എന്ന കുഞ്ഞ് ഉറങ്ങുകയാണ്. രാധാറാണി തൻ്റെ അമ്മയുടെ ശിരസ്സെടുത്ത് തൻ്റെ മടിയിൽ വെച്ചിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ ഉറക്കുകയാണ്. അതെ, ഇവിടെ രാധാറാണി അമ്മയാണ്, കീർത്തിമാതാവ് കുഞ്ഞാണ്.
കീർത്തി മാതാവ് കുഞ്ഞാണ്. എൻ്റെ രാധേ രാധേ എന്ന ചാനലിലെ പ്രേക്ഷകരെ, രാധയുടെ പ്രണയം കാണുന്ന പ്രേക്ഷകരെ, അസാമാന്യമായ ഒരു സംഗതിക്കാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. അമ്മ മകളും മകൾ അമ്മയുമായി മാറിയ ഒരു അസാമാന്യമായ ദൃശ്യമാണ് ഞാൻ കാണിച്ചത്. ഇവിടെ അമ്മ മകളാകുന്നു, മകൾ അമ്മയാകുന്നു. അതെ അതെ, രാധ എന്ന മകൾ, ആ മകളാകുന്ന അമ്മയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് കീർത്തി മാതാവ് എന്ന മകൾ ഉറങ്ങുകയാണ്. അതാണ് രാധ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. രാധാറാണിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരടർന്ന് കീർത്തി മാതാവിൻ്റെ നെറ്റിയിൽ വന്നു വീണു. അതെ, എന്തിനായിരുന്നു രാധാറാണി കരഞ്ഞത്? എന്തിനായിരുന്നു രാധാറാണി കരഞ്ഞത്? കൃഷ്ണൻ തന്നെ വഞ്ചിച്ചതിനോ? കൃഷ്ണൻ തന്നെ ഉപേക്ഷിച്ചതിനോ? കൃഷ്ണൻ രുക്മിണിയെ വിവാഹം കഴിച്ചതിനോ? അതോ തൻ്റെ അമ്മ പറഞ്ഞ ആഗ്രഹം നടത്തിക്കൊടുക്കാൻ പറ്റാത്തതിനോ? എന്തിനാണ്? പണ്ട് നമ്മളൊരു വഞ്ചിപ്പാട്ട് കേട്ടിട്ടുണ്ട്. കുചേരൻ വന്നപ്പോൾ എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ഇല്ലേ? എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു. അതുപോലെയാണ് എന്തുകൊണ്ടെന്ന് പറയാൻ വയ്യ. എൻ്റെ രാധാറാണി കണ്ണുനീരണിഞ്ഞു. രാധാറാണിയുടെ കണ്ണുകളിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിച്ച് ഇറങ്ങുകയായിരുന്നു. അത് വന്ന് കീർത്തി മാതാവിൻ്റെ ശിരസിൽ പതിക്കുകയായിരുന്നു. ഈ സമയത്ത് നിങ്ങളെ ഞാൻ ഹസ്തിനപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഹസ്തിനപുരത്തിൽ ഒരു വലിയ വില്ലനുണ്ടെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ആരാണ് ഹസ്തിനപുരത്തിലെ വില്ലൻ? അത് മറ്റാരുമല്ല, ദ്രോണാചാര്യ. കുരുവംശത്തെ തൻ്റെ വിരൽത്തുമ്പിലിട്ട് അമ്മാനമാടണമെന്നാണ് ദ്രോണാചാര്യർ വിചാരിച്ചത്. അങ്ങനെ അമ്മാനമാടാനുള്ള കരുക്കൾ നീക്കി വരികയാണ്. അങ്ങനെ നീക്കി വന്ന അവസരത്തിലാണ് ഭീഷ്മ പിതാമഹൻ പറയുന്നത്, നോക്കൂ, യുധിഷ്ഠിരനെ യുവരാജാവായി അഭിഷേകം ചെയ്യണം. അപ്പോൾ ദ്രോണാചാര്യര് കണ്ണും പൂട്ടി സമ്മതിച്ചു. കാരണം പഞ്ചപാണ്ഡവരെന്നും തനിക്ക് വിനീത വിധേയരാണ്. പഞ്ചപാണ്ഡവരിലെ അർജുനനാണ് ഏറ്റവും മിടുക്കൻ. കൗരവരെ സംബന്ധിച്ചിടത്തോളം കൗരവരെ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ചും ദുര്യോധനനെ. എങ്കിലും തൻ്റെ മകൻ അശ്വത്ഥാമാവ് ദുര്യോധനന്റെ കൂടെയാണ്. ഇവിടെ യുധിഷ്ഠിരൻ രാജാവായി കഴിഞ്ഞാൽ അർജുനൻ എന്ന സാഹസികനും തൻ്റെ കയ്യിലുണ്ട്. അർജുനൻ എന്നും തനിക്ക് വിധേയനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യുധിഷ്ഠിരൻ പേരിന് മാത്രമായിരിക്കും ഒരു രാജാവ്. യുധിഷ്ഠിരനിലൂടെ ഈ കുരുവംശത്തിന്റെ അധികാരം മുഴുവൻ നിലനിർത്തുന്നത് ഈ ഞാനായിരിക്കും, ഈ ദ്രോണരായിരിക്കും. ദ്രോണരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. പക്ഷേ യുധിഷ്ഠിരൻ ദ്രോണരുടെ സകല ചിന്തകളെയും അട്ടിമറിച്ചു കളഞ്ഞു. ദ്രോണരുടെ വിചാരം ഇതായിരുന്നു, തനിക്ക് പറ്റിയ ഒരു എതിരാളി അവിടെ ഇല്ല, ഉണ്ടെങ്കിൽ ഭീഷ്മരാണ്. ഭീഷ്മർക്ക് പ്രായമായി കഴിഞ്ഞു. പിന്നെ ഉള്ളത് ആരാണ്? ധൃതരാഷ്ട്രരാകട്ടെ അന്ധനാണ്. അപ്പൊ ഏതാക്രമണത്തിലും അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹസ്തിനപുരം തൻ്റെ ചൂണ്ടുവിരൽ തുമ്പിലിരിക്കുമെന്ന് കരുതി ദ്രോണാചാര്യര്. പക്ഷേ ദ്രോണാചാര്യരുടെ കണക്ക് കൂട്ടലുകളെ യുധിഷ്ഠിരൻ പാടെ അട്ടിമറിച്ചു കളഞ്ഞു. യുധിഷ്ഠിരൻ രാജാവായി കഴിഞ്ഞതോടുകൂടി യുധിഷ്ഠിരൻ മറ്റാരുടെയും ഉപദേശങ്ങൾ കേൾക്കില്ല. ഒരു കാര്യം മനസ്സിലാക്കുകയായിരുന്നു,
യുധിഷ്ഠിരനോട് എന്തെങ്കിലും ചെയ്യാൻ ദ്രോണർ ആവശ്യപ്പെടുമ്പോഴും യുധിഷ്ഠിരൻ വളരെ വിനയത്തിൽ പറയും, അല്ലയോ ഗുരു, അവിടെ ധർമ്മമില്ല, ഞാൻ ധർമ്മം മാത്രമേ ചെയ്യൂ, ധർമ്മമല്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല എന്നു മാത്രവുമല്ല, ഏത് കാര്യത്തിനും യുധിഷ്ഠിരൻ ഉപദേശം ചോദിക്കുന്നത് ഭീഷ്മരുടെ അടുക്കലാണ്. അത് അക്ഷരാർത്ഥത്തിൽ ദ്രോണാചാര്യരെ ഞെട്ടിക്കുന്ന ഒരു സംഗതിയായിരുന്നു. എന്തിനും ഏതിനും ഭീഷ്മരുടെ അനുവാദം. അതേ, ദ്രോണർക്ക് മനസ്സിലായി താൻ ഒരു വശത്തേക്ക് തള്ളപ്പെടുകയാണ്. യുധിഷ്ഠിരനും ഭീഷ്മരും രണ്ടുപേരും ഒന്നാവുകയാണ്. അപ്പോഴാണ് ആ അങ്കലാപ്പിന് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ മറ്റൊരു വാർത്ത ദ്രോണർ അറിയുന്നത്. യുധിഷ്ഠിരൻ ഇതാ വസുദേവ കൃഷ്ണനെ ഹസ്തിനപുരത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. വസുദേവപുത്രനെ ഹസ്തിനപുരത്തിലേക്ക് യുധിഷ്ഠിരൻ ക്ഷണിച്ചിരിക്കുന്നു. അതൊരു ഇടുത്തി പോലെയാണ് ദ്രോണാചാര്യർക്ക് തോന്നിയത്. കാരണം കൃഷ്ണൻ ശക്തനാണ്, കൃഷ്ണനെ വെല്ലാൻ പറ്റുന്ന ഒരാളുമില്ല. തനിക്ക് പോലും നേരിട്ട് നിന്ന് കൃഷ്ണനോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. നിഷ്പ്രയാസം കൃഷ്ണൻ തന്നെ വധിക്കും. വില്ലാളി വീരനായ അർജുനനുണ്ട്, ഗദായുദ്ധത്തിൽ അഗ്രഗണ്യനായ ഭീമസേനനുണ്ട്, അശ്വപരിപാലനത്തിൽ ആർക്കും വിജയിക്കാൻ കഴിയാത്ത അത്രയ്ക്ക് അഗ്രഗണ്യനായ നകുലനും സഹദേവനുമുണ്ട്. പിന്നെ ധർമ്മത്തിന്റെ ഇരിപ്പിടമായ യുധിഷ്ഠിരൻ, അതോടൊപ്പം തന്നെ സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മര്, അവരോടൊപ്പം കൃഷ്ണനും ചേരുന്നു. അവരോടൊപ്പം കൃഷ്ണനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ തൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലാണ്. ഇവരൊരു സംഘമായി മാറും. അവരൊരു സംഘമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തൻ്റെ പിടിയിൽ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ബുദ്ധി ഉപയോഗിക്കണം. അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. തൻ്റെ കൊട്ടാരത്തിൻ്റെ കുളത്തിൻ്റെ അടുക്കൽ ഒരു വൃക്ഷമുണ്ട്. അതിൻ്റെ ചുവട്ടിലിരുന്നിട്ട് ആ മത്സ്യത്തിലെ, ആ കുളത്തിലെ മീനുകൾക്ക് അരിയാഹാരം ഇങ്ങനെ ഇട്ടുകൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദ്രോണൻ, ബുദ്ധിരാക്ഷസൻ, ഹസ്തിനപുരം എൻ്റെ വിരൽത്തുമ്പിൽ തന്നെ നിൽക്കും. അദ്ദേഹം കൈയടിച്ചു. ആരവിടെ? അപ്പോൾ ഒരു പരിചാരകൻ മുന്നിലേക്ക് വന്നു. അപ്പോൾ പറഞ്ഞു, ആരവിടെ? അശ്വത്ഥാമാവിനെ കൂട്ടിക്കൊണ്ടുവരൂ, അശ്വത്ഥാമാവ് എൻ്റെ അടുക്കലേക്ക് വരാൻ പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആ പരിചാരകൻ അശ്വത്ഥാമാവിനെ വിളിക്കാൻ പോയി. അല്പം കഴിഞ്ഞപ്പോൾ അശ്വത്ഥാമാവ് വന്ന് ദ്രോണരുടെ അടുക്കൽ ഓച്ചാനിച്ചു നിന്നു. അല്ലയോ പിതാശ്രീ, എന്തിനാണ് എന്നെ വിളിച്ചത്? അപ്പോൾ അദ്ദേഹം അശ്വത്ഥാമാവിനോട് പറഞ്ഞു, മകനെ, നിനക്കെന്നോടൽപ്പം നീരസമുണ്ട്, അതെനിക്കറിയാം. അത് ഞാൻ പാണ്ഡവരുടെ പക്ഷത്ത് നിന്നതും യുധിഷ്ഠിരനെ രാജാവാക്കിയതുമാണ്. അപ്പോഴേക്കും അശ്വത്ഥാമാവിൻ്റെ മുഖം ഇരുണ്ടു. അശ്വത്ഥാമാവ് പറഞ്ഞു, പിതാശ്രീ, ആ വിഷയം വിട്. പിതാശ്രീ ചെയ്തത് തെറ്റാണ്. യുധിഷ്ഠിരനെ രാജാവാക്കിയത് ഒരു കാരണവശാലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ മകനെ, ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു, ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ഇടപെടരുതായിരുന്നു. നോക്കൂ മകനെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇനി ഒരിക്കലും ഞാൻ ആരുടെയും പക്ഷം പിടിക്കില്ല, ഞാൻ ഇടപെടില്ല. ദുര്യോധനന് രാജാവാകണമെങ്കിൽ ഞാൻ ഒരിക്കലും തടസ്സം നിൽക്കില്ല മോനെ. അപ്പോൾ അശ്വത്ഥാമാവ് അന്തം വിട്ടുപോയി. അശ്വത്ഥാമാവ് ചോദിച്ചു, അങ്ങ് ഈ പറയുന്നത് സത്യമാണോ? അപ്പോൾ പറഞ്ഞു, സത്യമാണ് ഞാൻ ഈ പറയുന്നത്. മകനെ, ഒരിക്കലും നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. ദുര്യോധനന് രാജാവാകണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളൂ. തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് മകനെ എൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും. അച്ഛൻ ആലോചിച്ചു, മകൻ നിൽക്കുന്നിടത്ത് വേണം അച്ഛൻ നിൽക്കാൻ. മോനെ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നീ നിൽക്കുന്നിടത്ത് വേണം ഞാൻ നിൽക്കാൻ.
അപ്പോൾ അശ്വത്ഥാമാവ് പറഞ്ഞു, പിതാശ്രീ, ഇതെന്തൊരു സന്തോഷ വർത്തമാനമാണ്, ഇതെന്തൊരു സന്തോഷ വർത്തമാനമാണ് പിതാശ്രീ. ഞാൻ ഇപ്പോൾ തന്നെ പോയി ദുര്യോധനനെ വിവരമറിയിക്കട്ടെ. അപ്പൊ ദ്രോണാചാര്യർ പറഞ്ഞു, പൊയ്ക്കൊള്ളൂ, നീ ഇപ്പോൾ തന്നെ പോയി ദുര്യോധനെ വിവരമറിയിച്ചുള്ളൂ. അശ്വത്ഥാമാവ് പൊയ്ക്കഴിഞ്ഞപ്പോൾ ദ്രോണാചാര്യർ ഒരു ചിരി ചിരിച്ചു, ഒരു വിജയിയുടെ ചിരി, ഒരു വിജയിയുടെ ചിരി, വിജയശ്രീ ലാളിതനായവന്റെ ചിരി. അതെ, പാണ്ഡവരും കൗരവരും തമ്മിൽ ഏറ്റുമുട്ടണം. യുധിഷ്ഠിരൻ ഒരു നിമിഷം പോലും ഇനി രാജാവായിരിക്കാൻ പാടില്ല. ആ സ്ഥാനത്ത് ദുര്യോധനനെ വെക്കണം. ദുര്യോധനനെ വെച്ചു കഴിഞ്ഞാൽ ദുര്യോധനൻ വിഡ്ഢിയാണ്. അവൻ തൻ്റെ ചൊൽപ്പടിക്ക് നിന്നുകൊള്ളും. ഈ കുരുവംശം ദുര്യോധനിലൂടെ എനിക്ക് ഭരിക്കാം. അതിനുവേണ്ടി ഈ 5 സഹോദരന്മാർ ഭൂമിയിൽ നിന്നില്ലാതാകട്ടെ. കാരണം ദുര്യോധനന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ 5 സഹോദരന്മാരെ ഇല്ലാതാക്കുക. ഇതുവരെ ദ്രോണരായിരുന്നു അതിനൊരു തടസ്സമായി അവർ കണ്ടത്. ഇതാ ദ്രോണർ അനുവാദം കൊടുത്തിരിക്കുന്നു. ദ്രോണരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അർജുനൻ തനിക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷേ സ്വർണം കായ്ക്കുന്ന മരമായാലും തലയ്ക്കു മീതെ പുരയ്ക്കു മീതെ വളർന്നാൽ അതിനെ വെട്ടി വീഴ്ത്തണം. അങ്ങനാണല്ലോ നമ്മളൊക്കെ പറയുന്നത്. അതനുസരിച്ച് ഈ 5 പേര് ഈ ഭൂമിയിൽ നിന്ന് പോകട്ടെ. ദുര്യോധനൻ അവരെ ഇല്ലാതാക്കട്ടെ. അപ്പോൾ കുറെ കൂടെ അരികൾ വാരി ആ ജലത്തിലേക്ക് ഇട്ടുകൊടുത്തു. അപ്പോൾ ദ്രോണരുടെ മനസ്സിൽ മറ്റൊരു ദൃശ്യം തെളിഞ്ഞു വന്നു. പണ്ട് താൻ അർജുനനും മറ്റും അസ്ത്രവിദ്യ ഓതിക്കൊടുക്കുന്നത് കേട്ടുകൊണ്ടൊരു പയ്യൻ, ഒരു നിഷാദൻ, ഒരു കാട്ടാളൻ പയ്യൻ, ഏകലവ്യൻ, അവൻ അസ്ത്രവിദ്യ അഭ്യസിച്ചു. ഒരു ദിവസം അവൻ അവന്റെ അസ്ത്രപ്രകടനം തൻ്റെ മുന്നിൽ കാണിച്ചു. അന്ന് ദ്രോണർ അമ്പരന്നു പോയി. എന്ത്, നിഷാദനായ ഇവൻ വളർന്നു വന്നു കഴിഞ്ഞാൽ, ഇവൻ അർജുനന് ശത്രുവായി കഴിഞ്ഞാൽ ഇവൻ അധർമ്മത്തിന്റെ പക്ഷത്തേക്ക് പോകും, അല്ലെങ്കിലും തൻ്റെ സ്വപ്നങ്ങൾക്ക് ഈ നിഷാദൻ ഒരു തടസ്സമാകും എന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, അല്ല, നീ ഇത് പഠിക്കുകയായിരുന്നോ? ഒളിച്ചു നിന്ന് പഠിക്കുകയായിരുന്നോ? അതേ, എനിക്ക് ഗുരുദക്ഷിണ തരണമെന്നുണ്ട്. ഞാൻ അങ്ങേക്ക് ഗുരുദക്ഷിണ തരാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ദ്രോണാചാര്യർ വിചാരിച്ചു, അതെ, ഇത് തന്നെ സന്ദർഭം. ദ്രോണർ പറഞ്ഞു, നിന്റെ പെരുവിരൽ എനിക്ക് ദക്ഷിണയായി തരൂ. ഏകലവ്യൻ തകർന്നുപോയി. അവൻ പറഞ്ഞു, ഗുരു, കണ്ണീരോടെ പറഞ്ഞു, ഗുരു, അത് മാത്രം ചോദിക്കരുതേ, അടിയനോട് എന്തും ചോദിച്ചുള്ളൂ. അപ്പോൾ ദ്രോണർ പറഞ്ഞു, നീ ഗുരുദക്ഷിണ ചോദിച്ചു, ഞാനത് പറഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ വിദ്യ സൗജന്യമായി ഞാൻ നിനക്ക് തന്നു എന്ന് കരുതിക്കൊള്ളൂ, നീ അതെടുത്തുകൊള്ളൂ. നിഷാദാൻ ചെറുക്ക. അപ്പോൾ പറഞ്ഞു, അത് വേണ്ട, എങ്കിൽ നീ ഗുരുദക്ഷിണ തരൂ. മിട്ടുമിട്ടുക്കനായ ഏകലവ്യൻ ആ സമയത്ത് തന്നെ കത്തിയെടുത്ത് ധൈര്യപൂർവം തൻ്റെ വിരല് ഛേദിച്ച് ദ്രോണരുടെ കൈകളിലേക്ക് കൊടുത്തു. എന്നിട്ട് കണ്ണീരോടുകൂടി ആ ബാലൻ മടങ്ങിപ്പോകുന്ന ദൃശ്യം ദ്രോണരുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നു. ദ്രോണർ ആലോചിക്കുകയായിരുന്നു, അതെ, ആ തള്ളവിരൽ താൻ നദിയിലേക്ക് വലിച്ചിങ്ങനെ എറിഞ്ഞത്. ദ്രോണർക്ക് ഇപ്പോഴും അതിനകത്തൊരു പശ്ചാത്താപവുമില്ല. ദ്രോണർ പുഞ്ചിരിച്ചുകൊണ്ട് ആ വിരലെടുത്ത് ദൂരെ കളഞ്ഞ അതേ കാര്യം ഓർത്തുകൊണ്ട് അതേ വേഗതയിൽ തൻ്റെ കയ്യിലിരുന്ന ആ അരിമണികൾ എടുത്ത് മത്സ്യം കളിക്കുന്ന കുളത്തിലേക്ക് വീശിയെറിഞ്ഞിട്ട് പറഞ്ഞു, അതേ, അന്ന് ഞാൻ ഏകലവ്യന്റെ പെരുവിരലിരന്നു വാങ്ങിയെങ്കിൽ ഇന്ന് ഈ ദ്രോണാചാര്യർ പഞ്ചപാണ്ഡവരുടെ ജീവനിരന്നു വാങ്ങുകയാണ്. എനിക്ക് മുന്നിൽ തടസ്സം നിൽക്കുന്ന ഒന്നിനെയും ഞാൻ നിലനിർത്തില്ല, എല്ലാത്തിനെയും ഞാൻ തട്ടി നോക്കും എന്ന് പറഞ്ഞിട്ട് ദ്രോണാചാര്യർ ഒരു ചിരി ചിരിച്ചു, സകല ക്രൗര്യങ്ങളും നിറഞ്ഞ ചിരി. ഈ സമയം അശ്വത്ഥാമാവ് സന്തോഷത്താൽ തുള്ളിച്ചാടിക്കൊണ്ടാണ് ദുര്യോധനന്റെ അടുക്കലെത്തിയത്. ദുര്യോധനനോട് പറഞ്ഞു, എൻ്റെ പിതാശ്രീ സമ്മതിച്ചിരിക്കുന്നു. ദുര്യോധന, നീ രാജാവാകാനുള്ള നീക്കങ്ങൾ നടത്തൂ. എൻ്റെ പിതാശ്രീയുടെ പരിപൂർണ സമ്മതം നിനക്കൊണ്ടായിരിക്കും. ദുര്യോധനൻ അമ്പരന്നുപോയി.
ദുര്യോധനൻ പറഞ്ഞു, അതെന്തുകൊണ്ടാണ് ഗുരുദേവന് ഇത്ര പെട്ടെന്ന് പാണ്ഡവരോട് വിരോധം തോന്നിയത്? അപ്പോൾ അശ്വത്ഥാമാവ് പറഞ്ഞു, ഞാൻ തന്നെ കാരണം. ഈ മകനായ ഞാൻ നിൽക്കുന്നതിന് എതിര് നിൽക്കാൻ ഒരിക്കലും എൻ്റെ പിതാശ്രീക്ക് കഴിയില്ല. ഇത് കേട്ടുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ഒരാൾ പറഞ്ഞു, പക്കിട്ട 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 12. അത് നോക്കിയ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കി, അതേ വരികയാണ് ക്രൗര്യത്തിൻ്റെയും കൗടില്യത്തിൻ്റെയും മൂർത്തിമത്ത് രൂപമായ ശകുനി വരികയാണ്. ദുര്യോധനൻ പറഞ്ഞു, അമ്മാവാ, ഇത് കേട്ടില്ലേ? ദ്രോണാചാര്യര് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നു ഞാൻ രാജാവാകുന്നതിന് തടസ്സമില്ല എന്ന്. അപ്പൊ ദ്രോണാചാര്യര് അപ്പോൾ ആ ശകുനി പറഞ്ഞു, മകനേ, ഈ അശ്വത്ഥാമാവ് പറയുന്നത് പോലെയല്ല. ദ്രോണാചാര്യർക്ക് അതിലെന്തോ ഉദ്ദേശമുണ്ട്. പക്ഷേ എന്തുദ്ദേശമാണെങ്കിലും നീ രാജാവാകുക എന്നത് ഒന്നാമത്തെ കാര്യം. അത് നടക്കട്ടെ, നമുക്കതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കാം. നീ നിന്റെ പിതാവിനെ ചെന്ന് കണ്ട് ഞാൻ പറയുന്ന രീതിയിലൊക്കെ പറയൂ മകനേ. അങ്ങനെ ഒരു ദിവസം യുധിഷ്ഠിരനെ ധൃതരാഷ്ട്രർ ആളയച്ചു വരുത്തിയിട്ട് ധൃതരാഷ്ട്രര് പറഞ്ഞു, മകനെ യുധിഷ്ഠിര, നീ ഇവിടെ ഇരിക്കൂ. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഇല്ല, ഞാനിവിടെ നിന്നുകൊള്ളാം. അപ്പോൾ തന്നെ യുധിഷ്ഠിരൻ എന്തോ പന്തികേട് തോന്നി. ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ തൊട്ടടുത്തായി ഭീഷ്മർ ഇരിപ്പുണ്ട്. ഭീഷ്മരുടെ മുഖം ഒട്ടും പ്രസന്നമല്ല. അപ്പോൾ ധൃതരാഷ്ട്ര പറഞ്ഞു, മകനെ, എനിക്ക് കൗരവരും പാണ്ഡവരും ഒരുപോലെയാണ്. പക്ഷേ നിങ്ങൾ തമ്മിൽ എന്നും ഒരു സംശയത്തിൻ്റെ സ്പർദ്ധ നിലനിൽക്കുന്നു മകനെ. ദുര്യോധനന് നിന്നെ സംശയമാണ്. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും പിതാശ്രീ? അപ്പോൾ ധൃതരാഷ്ട്ര പറഞ്ഞു, എനിക്കറിയാം കുഴപ്പങ്ങൾ മുഴുവനും എൻ്റെ മകൻ്റെ കയ്യിൽ തന്നെയാണ്. കുരുടനാണെങ്കിലും കുരുട്ടുബുദ്ധിയിൽ ധൃതരാഷ്ട്രരെ വെല്ലാൻ ആരുമില്ല. അപ്പോൾ ധൃതരാഷ്ട്ര പറഞ്ഞു, മകനെ, നീ ഒരു കാര്യം ചെയ്യുക. നീ കുറച്ചു ദിവസം നിങ്ങൾ ഒരു കാര്യം വാരണാവതത്തിലേക്ക് പോവുക. ആ വാരണാവതത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. നിങ്ങൾ ആ വാരണാവാദത്തിലെ ഉത്സവത്തിൽ നിങ്ങൾ പങ്കെടുക്കണം മകനെ. ഈ ഒരു മാസത്തിനുള്ളിൽ ഞാൻ ദുര്യോധനനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി നിങ്ങൾ തമ്മിൽ ഒരു രമ്യതയിലാക്കാം. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ്റെ മുഖം ഇരുണ്ടു. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, എനിക്ക് കാര്യം മനസ്സിലായി, ഞങ്ങളെ നാട് കടത്തുകയാണില്ലേ? അപ്പോൾ പറഞ്ഞു, അതെങ്ങനെ മകനെ, നിന്നെ ഞാൻ നാട് കടത്തുകയല്ല, ഒരിക്കലുമല്ല. ഒരു മാസം കഴിഞ്ഞ് നീ തിരിച്ചു വരും. നീ തിരിച്ചു വരുമ്പോൾ നിന്റെ സിംഹാസനം നിനക്ക് തന്നെയാണ് യുധിഷ്ഠിര. ഭീഷ്മരുടെ മുഖം വലിഞ്ഞു മുറുകി നിൽക്കുകയാണ്. യുധിഷ്ഠിരൻ ഭീഷ്മരെ നോക്കി. അപ്പോൾ തന്നെ ഭീഷ്മരുടെ മുഖം കണ്ടപ്പോൾ തന്നെ യുധിഷ്ഠിരന് പന്തികേട് മനസ്സിലായി. യുധിഷ്ഠിരൻ അവിടെ നിന്നിറങ്ങി തൻ്റെ വസതിയിലേക്ക് പോയി. ഈ സമയത്ത് ദ്രോണാചാര്യരുടെ മുമ്പിൽ ഒരാൾ വന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു, അല്ലയോ ആചാര്യ, ഇതാ ഈ കത്ത് അങ്ങേക്കുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഇത് ആരാണ് നിന്നെ കൊണ്ടേൽപ്പിച്ചത്? അത് ഒരാൾ കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞു അങ്ങേക്ക് നൽകാൻ പറഞ്ഞു. ദ്രോണാചാര്യർ ആ കത്തെടുത്ത് നിവർന്നു. അതിലെഴുതിയിരിക്കുന്നു, ആയുധ വിദ്യയിൽ അഗ്രഗണ്യനായ ഗുരു ദ്രോണരെ, താങ്കളുടെ വക്രബുദ്ധി ആർക്കും മനസ്സിലാകില്ല എന്ന് കരുതരുത്. പാണ്ഡവരെ തൊട്ടുള്ള കളി അപകടകരമാണ്. ആ അപകടകരമായ കളിക്കങ്ങ് തുടക്കം കുറിച്ചിരിക്കുന്നു. ഓർക്കുക, അങ്ങയുടെ മകന് ബലിയിടാൻ അങ്ങ് ബാക്കി ഉണ്ടാകില്ല എന്ന്.
ആ അടിയിലത്തെ പേര് കണ്ടപ്പോൾ ദ്രോണരുടെ മുഖം വലിഞ്ഞു മുറുകി. ദ്രോണരുടെ മുഖം വലിഞ്ഞു മുറുകി. താൻ അതിനിഗൂഢമായി ആ രൂപം നടത്തിയ പദ്ധതി ഇതെങ്ങനെ അറിഞ്ഞിരിക്കുന്നു. അതേ സമയം ഭീഷ്മരുടെ അടുക്കലും ഒരു ദൂതനെത്തിയിട്ട് പറഞ്ഞു, ഇത് അങ്ങേക്കുള്ളതാണ്. ഭീഷ്മർ അതെടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഭീഷ്മരുടെ മുഖത്ത് ഒരു വല്ലാത്ത ഭാവം മിന്നി മറഞ്ഞു. ഭീഷ്മര് പറഞ്ഞു, ധൃതരാഷ്ട്ര മഹാരാജാവേ, ഈ സന്ദേശം അങ്ങേക്കുള്ളതാണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ധൃതരാഷ്ട്ര പറഞ്ഞു, എന്താണ് അതിലെഴുതിയിരിക്കുന്നത്? ഞാൻ വായിക്കാം, അങ്ങ് ശാന്തമായി കേട്ടാലും. ആ സമയത്ത് ദുര്യോധനനും കർണനും ശകുനിയും അങ്ങോട്ടേക്ക് കടന്നു വന്നു. അവരെല്ലാവരും അവിടെ നിൽപ്പുണ്ട്. അവരെയൊക്കെ ഭീഷ്മരൊന്ന് നോക്കി. ദുര്യോധനന്റെയും കർണന്റെയും ശകുനിയുടെയും മുഖത്തേക്ക് നോക്കിയതിനു ശേഷം അദ്ദേഹം അത് വായിക്കാൻ തുടങ്ങി. ഹേ വിഡ്ഢിയായ മഹാരാജാവേ! ദുര്യോധനൻ ചാടി എഴുന്നേറ്റു. എന്ത്? എന്റെ പിതാശ്രീയെ ആരാണ് ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്? കർണൻ പറഞ്ഞു, ആരായാലും അവന്റെ വധം ഇന്ന് നടന്നിരിക്കും. ഭീഷ്മര് കൈ ഉയർത്തി കാണിച്ചു. ഹേ വിഡ്ഢിയായ മഹാരാജാവേ! പാണ്ഡവർ ധർമ്മത്തിന്റെ പക്ഷത്താണ്. ധർമ്മം സ്ഥാപിക്കാനാണ് അവർ വന്നിരിക്കുന്നത്. പാണ്ഡവരെ തൊട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ തൊട്ട് കളിക്കുക എന്നാണ്. ധർമ്മത്തെ തൊട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ തൊട്ട് കളിക്കുക എന്നാണ്. കൃഷ്ണനെ തൊട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഏയ് കുരുടനായ രാജാവേ, ബാഹ്യമായും ആന്തരികമായും കുരുടനായ മഹാരാജാവേ, 101 മക്കൾക്കും ബലിയിടാൻ തയ്യാറായിരുന്നു കൊള്ളൂ എന്ന്. അപ്പൊ ധൃതരാഷ്ട്ര പറഞ്ഞു, എന്ന് ആരാണത്? ഭീഷ്മര് പറഞ്ഞു, അതെ, എന്ന് കർണനും ദുര്യോധനനും ശകുനിയും ഉത്കണ്ഠാകുലരായിട്ട് നോക്കുകയാണ്. രാജസദസമ്പരന്ന് നിൽക്കുകയാണ്. മഹാരാജാവിനെ കുരുടനെന്ന് വിളിക്കുക മാത്രമല്ല, 101 മക്കൾക്കും ബലിയിടാൻ. അറിയാതെ ധൃതരാഷ്ട്രാവ കുരുവിട്ടു. 101 മക്കൾക്കും ബലിയിടാൻ തയ്യാറായിക്കൊള്ളൂ എന്ന്. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.